Welcome to another session of mathematics. Here we'll be looking into the synopsis of the chapter circles. Circles എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തുടങ്ങിയാലോ? വാട്ട് ആർ സർക്കിൾസ് അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ച് സർക്കിൾസും റൈറ്റ് ആംഗിളും തമ്മിലുള്ള കണക്ഷനാണ് ഫസ്റ്റ് നോക്കുന്നത് അല്ലേ? അതായത് റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. What we are studying there, we know that if we join the ends of a diameter of a circle to a point on the circle, we get a right angle. Alle, we are considering a semicircle over here. Alle, this semicircle diameter AB ആണെങ്കിൽ ഈ എ ബിയിൽ നിന്ന് ഇഫ് വി കൺസിഡർ എ ബി ആസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എ ബിയിൽ നിന്ന് നമ്മൾ ഈ ആർക്കിലേക്ക് ഈ ആർക്കിലെ ഏത് പോയിന്റിലേക്കും സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എ ബിയിൽ നിന്ന് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. എനിക്കിവിടെ ക്യൂ കൊടുക്കാം. ഈ ക്യൂവിലേക്ക് വരുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ടെല്ലിംഗ് ഹിയർ, റൈറ്റ്? If we join the ends of a diameter of a circle to any point on the circle, we get a right angle. Okay, to the next point. അത് സെമി സർക്കിളിൻ്റെ അപ്പർ പാർട്ടിലേക്കും ലോവർ പാർട്ടിലേക്കും സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ അപ്പർ പാർട്ട് മാത്രം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. താഴത്തേക്ക് വന്നാലും, അതായത് ഇവിടെ എ ബി എന്ന് തന്നെയാണ് ഡയമീറ്റർ എടുക്കുന്നത്. ഈ എ ബിയിൽ നിന്ന് സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്ക് വരുന്ന ആംഗിൾസും സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസും 90 ഡിഗ്രിയാണ്. അത് അപ്പർ സെമി സർക്കിളും ലോവർ സെമി സർക്കിളായാലും ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, moving to the next. Angle in a semicircle is right. In short, what we could say, angle in a semicircle is right angle. Okay. Then, if we join the ends of a diameter to a point inside the circle, നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഡയാമീറ്റർ ഉണ്ട്. ആ ഡയാമീറ്ററിൽ നിന്ന് ആർക്കിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് if we join the ends of a diameter to a point inside the circle. ഓൺ ദ സർക്കിൾ 90 ഡിഗ്രിയാണ്. ഇൻസൈഡ് ദ സർക്കിൾ എന്തായിരിക്കും റിലേഷൻ? ഇൻസൈഡ് ദ സർക്കിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, റൈറ്റ്? സോ ദ ആംഗിൾ സബ്റ്റൻഡഡ് ടു എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ഫ്രം ദ ഡയമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, if we join the ends of a diameter to a point inside the circle, then the angle formed by these lines is larger than right angle or greater than 90 degree. Okay, next scenario എന്തായിരിക്കും? If we join the points or if we join the ends of a diameter to a point outside the circle. Okay, ഇവിടെ 90 degree ആണെന്ന് അറിയാം because P is a point on the circle, it makes 90 degree. If the point is outside the circle, we are considering a point which is outside the circle, then the angle subtended by AB at Q, where Q is a point outside the circle, what will be the angle? It will be less than 90 degree, അല്ലേ? ഇത് 90 degree ആണ്. If the point is outside the circle, it is less than 90 degree. If we join the ends of a diameter to a point outside the circle, then the angle formed by these lines is less than right angle or less than 90 degree. Okay, clear? Moving on to the next. നമ്മൾ ആദ്യം പഠിച്ച പാർട്ടിൻ്റെ കൊറോളറി ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ നോക്കുന്നത്. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഒരു സർക്കിൾ ഉണ്ട് അല്ലേ? ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എ ബി എന്ന് പറയുന്ന ഡയാമീറ്ററിൽ നിന്ന് എനി പോയിന്റ് ഓൺ ദ സർക്കിളിലേക്ക് നമ്മളൊരു ആംഗിൾ സബ്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ആ പോയിന്റിൻ്റെ കൊറോളറി ആയിട്ട് വരുന്ന പോയിന്റ് ഇവിടെ പറയുന്നത്. If a pair of lines drawn from the ends of a diameter of the circle, okay, are perpendicular, ഈ വരയ്ക്കുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ then this point P lies on the circle. Clear? Then the second corollary, all pairs of mutually perpendicular lines drawn from the endpoints of a fixed line meet on the circle with that line as the diameter. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ സെക്കൻഡ് കൊറോളറിയാണ് ഈ പറയുന്നത്. ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പെയർ ഓഫ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സഡ് ലൈൻ മീറ്റ് ഓൺ ദ സർക്കിൾ ആൻഡ് ദാറ്റ് ലൈൻ വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ക്ലിയർ? I hope the theorem as well as two corollaries are clear to you. Moving to the next. Chord, angle and arc. നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ കോഡും ആംഗിളും ആർക്കും തമ്മിലുള്ള റിലേഷൻ നോക്കാൻ പോകുന്നത്.
So to the first part, a diameter of a circle divides it into two equal parts, and on the ends of the diameter to a point in any part gives a right angle. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം അല്ലേ? അതായത് ഒരു ഡയാമീറ്റർ, നമ്മളൊരു സർക്കിളിൽ ഒരു ഡയാമീറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും അല്ലേ? രണ്ട് സെമി സർക്കിൾ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഓൺ ദ എൻഡ്സ് ഓഫ് ദ ഡയാമീറ്റർ ടു എ പോയിന്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ സർക്കിൾ, ഈ ഡയാമീറ്ററിൽ നിന്ന് സർക്കിളിലെ ഏത് പാർട്ടിലേക്ക് നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്താണ്, എനി പാർട്ട് ഓഫ് ദ സർക്കിൾ ഗിവ്സ് എ റൈറ്റ് ആംഗിൾ. നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഡയമീറ്ററിൻ്റെ എൻസിൽ നിന്ന് സർക്കിളിൻ്റെ പോയിന്റ്സിലേക്ക് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് അപ്പർ സെമി സർക്കിളിലും ലോവർ സെമി സർക്കിളിലാണെങ്കിലും സെയിം തന്നെയായിരിക്കും, 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. വാട്ട് അബൌട്ട് എ കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയാമീറ്റർ? ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ കൺസിഡർ ചെയ്ത് ഡയാമീറ്റർ കേസ് ആയിക്കൊണ്ടിരിക്കുക, ലൈക്ക് കോഡ് അല്ലെങ്കിൽ ഡയാമീറ്ററിൻ്റെ കേസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഡയാമീറ്റർ ഇസ് ദ ലാർജസ്റ്റ് കോഡ്. അപ്പോൾ ഡയാമീറ്റർ അല്ലാത്ത കോഡിലാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അതായത് ഇവിടെ വി ആർ കൺസിഡറിങ് എ കോഡ് എ ബി വിച്ച് ഇസ് നോട്ട് എ ഡയാമീറ്റർ. ഓക്കെ, ആൻഡ് പിയും ക്യൂവും രണ്ട് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ മേജർ സെഗ്മെൻറ്റും മൈനർ സെഗ്മെൻറ്റും ഏതാ? നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കോഡാണെങ്കിൽ മേജർ പാർട്ട് ഇതാണ് മേജർ സെഗ്മെന്റ് അല്ലേ? മേജർ സെഗ്മെന്റ്, താഴെയുള്ളത് മൈനർ സെഗ്മെന്റ് ആയിരിക്കും, റൈറ്റ്? ദിസ് ഇസ് മൈനർ സെഗ്മെന്റ്. അത് ക്ലിയർ അല്ലേ? സോ ഇവിടെ വാട്ട് അബൌട്ട് എ കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയമീറ്റർ? ഡയമീറ്റർ അല്ലാത്ത കേസിൽ വരുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ? വാട്ട് അബൌട്ട് ദ ആംഗിൾ ഇൻ ദ ലാർജർ പാർട്ട്? ഈ ലാർജർ പാർട്ട്, അതായത് മേജർ സെഗ്മെൻറ്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിൽ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇത് ഓൾറെഡി സമ്മറിയാണ്, അറിയാലോ നിങ്ങൾക്ക്. എന്തായിരിക്കും ഈ കോഡ്, അതായത് എ ബി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിലേക്ക് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ആംഗിൾ ഒ ആണ് അല്ലേ? ഇഫ് ദാറ്റ് ഈസ് ആംഗിൾ എക്സ്, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ആ സെയിം കോഡിൻ്റെ എൻസിൽ നിന്ന് മേജർ സെഗ്മെൻറ്റിലേക്ക്, മേജർ ആർക്കിലേക്ക് വരയ്ക്കുന്ന ഏതൊരു ആംഗിളും അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ അല്ലേ? സോ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? അതായത് ഡയാമീറ്റർ അല്ലാത്ത കോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആ കോഡ് സെൻറ്ററിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ആ കോഡിൽ നിന്ന് മേജർ ആർക്കിലേക്ക്, അല്ലെങ്കിൽ ഒരു ലൈക്ക് മേജർ ആർക്കോ മൈനർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന വേറൊരു ആംഗിൾ, സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും, ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് നമ്മൾ എടുത്തത് കൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ റിലേഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എനി കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയാമീറ്റർ സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ ടു അൺഈക്വൽ ഹാഫ്സ്. ഡയാമീറ്റർ ആണെങ്കിൽ സർക്കിളിനെ ഈക്വലി ഹാഫ് ആക്കും. ഇവിടെ വി ആർ കൺസിഡറിങ് എ കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയാമീറ്റർ, സോ സർക്കിളിനെ അൺഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. Angle got by joining any point on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് ഇവിടെ ഇതാണ് മേജർ പാർട്ട് അല്ലേ? സോ വി ആർ കൺസിഡറിങ് എ കോഡ് എ ബിയിൽ നിന്ന് സെൻറ്ററിലേക്ക് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ആ എ ബിയിൽ നിന്ന് എവിടെ വേണമെങ്കിലും, ഇപ്പോൾ ഇവിടെ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. സോ ഇവിടെ ക്യൂ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ക്യൂവിൻ്റെ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ക്ലിയർ? ആൻഡ് ദ തേർഡ് പോയിന്റ്, the angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180 degree. So ഇവിടെ അതായത് സ്മോളർ പാർട്ടിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ റിലേഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 180 ഡിഗ്രി മൈനസ് ഹാഫ് ഓഫ് എക്സ്. ഓക്കെ, അതായത് സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ് തന്നെയാണ്. ഓക്കെ, മേജർ പാർട്ടിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? അത് ഹാഫ് ഓഫ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ സെൻറ്റർ. മൈനർ പാർട്ടിലേക്കാണെങ്കിലോ മൈനർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ഫോംഡ് അറ്റ് ദ എക്സ്. സോ ഇറ്റ് ഇസ് ഹാഫ് ഓഫ് എക്സ്. ക്ലിയർ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. സോ അതാണ് തേർഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ഒന്നുകൂടിയും പറയുന്നു. ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ സ്മോളർ പാർട്ട്, അതായത് സ്മോളർ സെഗ്മെന്റ്, മൈനർ സെഗ്മെന്റ്, സ്മോളർ പാർട്ട് ടു ദ എൻഡ്സ് ഓഫ് ദ കോർഡസ് ഹാഫ് ദ ആംഗിൾ അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ ഹാഫ്, അത് ഇറ്റ് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 180. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ആംഗിൾ അറ്റ് ദ സെൻറ്റർ സബ്ട്രാക്റ്റഡ് ഫ്രം 180 ഡിഗ്രി. ക്ലിയർ? മൂവിങ് ടു ദ നെക്സ്റ്റ്. ഹിയർ angle made by any arc of a circle on the alternate arc is
half the angle made at the center. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അല്ലേ, അതായത് ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക്. സോ ഇവിടെ നമുക്ക് ഈ ആർക്ക് കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്കസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, സോ ഈ കേസിൽ O എന്ന് പറയുന്ന സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? സി ഡിഗ്രിയാണ് അല്ലേ. സോ ഈ സി ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും ഈ മേജർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന ഏത് ആംഗിളും. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി പി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ, ഹാഫ് ഓഫ് സി. ഇവിടെ എന്തായിരിക്കും? സെയിം തന്നെ, ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ. ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് അല്ലെ, ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ, പി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ പോലും ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് സി ഡിഗ്രി. ഇവിടെ പി ഡബിൾ ഡാഷ് എടുത്താൽ പോലും ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് സി ഡിഗ്രി തന്നെ വരും. അതായത് സെൻറ്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും മേജർ ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ആ കോഡിൽ നിന്ന് മേജർ ആർക്കിലേക്ക് സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് സബ്സ്റ്റൻഡ് ചെയ്ത ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? And the second part, all angles made by an arc on the alternate arcs are equal. അതായത് we are considering a circle, okay, and this is the code AB. ഈ AB യിൽ നിന്ന് ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന ഏതൊരു ആംഗിളും, ഓക്കെ, അതായത് സർക്കിളിലേക്ക് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. So if this is x degree, this will be x, this will be also x. അതാ ഇവിടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. All angles made by an arc on alternate arcs are equal. ഓക്കെ, കോഡിൽ നിന്ന് മേജർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും, അതായത് if the points are on the circle, then ഏത് പോയിന്റിലേക്ക് ഫോം ചെയ്യുന്ന, അതായത് എ ബിയിൽ നിന്ന് ഈ സർക്കിളിലെ ഏത് പോയിന്റ്സിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ആൻഡ് pair of angles on arc and its alternate are supplementary. Example, ഇവിടെ we are considering an arc, okay, AB എന്ന് പറയുന്ന ഒരു കോഡ് കൺസിഡർ ചെയ്യുന്നു. മേജർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന പോയിന്റ് പിയും ഇവിടെ ക്യൂം എന്നാണെങ്കിൽ, ഓക്കെ, ഇവിടെ പറയുന്നത് ഈ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും സപ്ലിമെൻ്ററി ആയിരിക്കുന്നു. ദാറ്റ് മീൻസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ വിൽ ബി 180 ഡിഗ്രി. സോ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓൾറെഡി അറിയാം എ ബി എന്ന് പറയുന്ന കോഡാണ്. ആ കോഡിൽ നിന്ന് മേജർ ആർക്ക് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പിയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് സി ആയിരിക്കും. വൈ? ബിക്കോസ് ദ ആംഗിൾ മെയ്ഡ് ഫ്രം എ ബി ടു ദ സെൻറ്റർ സി ഡിഗ്രി. സോ എ ബിയിൽ നിന്ന് മേജർ ആർക്കിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ. സോ ഹാഫ് ഓഫ് സി ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മൈനർ ആർക്കിൻ്റെ കേസിൽ വരുമ്പോൾ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ സബ്ട്രാക്റ്റഡ് ഫ്രം 180 അല്ലേ. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് ഹാഫ് ഓഫ് സി ഡിഗ്രി. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി മൈനസ് ഓഫ് ഹാഫ് ഓഫ് സി ഡിഗ്രി പ്ലസ് ഹാഫ് ഓഫ് സി ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. അതെവിടെ പറയുന്ന പോയിന്റ്. എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ദ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർ സപ്ലിമെൻ്ററി. If we add these two angles, we will be getting 180 degree. Clear? I hope these points are clear to you. Moving to the next. Circle and quadrilateral. Circles and quadrilateral relation ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. So quadrilateral ABCD is inscribed in a circle. Is there a relation between the angles? Angle A, B, C, D. അതായത് സർക്കിളിൽ ഫോം ചെയ്യുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. ഇൻ ദ സെൻസ് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വേർട്ടിസസ് ഒരു സർക്കിളിലാണെങ്കിൽ ആ വേർട്ടിസസ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടല്ലോ. എന്താ കണക്ഷൻ? ഇഫ് ഓൾ 4 വേർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ ദെൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇൻ ദിസ് കേസ് ഏതൊക്കെ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആവുക? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സിമിലർലി ആംഗിൾ എ പ്ലസ് ആംഗിൾ സി വിൽ ബി or angle A plus angle C is equal to 180 degree അല്ലേ. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 പോയിൻറ്റ്സും സർക്കിളിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ക്ലിയർ?
Moving to the next. What if the fourth vertex of a quadrilateral is outside the circle? അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ 3 പോയിന്റ്സ് സർക്കിളിലാണ്. എയും ബിയും സിയും സർക്കിളിലാണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന വേർട്ടെക്സ്, ഫോർത്ത് വേർട്ടെക്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും റിലേഷൻ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഇയിൽ ഫോം ചെയ്യുന്നത്, അതായത് എയും ഇയും ഇയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വേർട്ടെക്സ് നമ്മൾ അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാണ്. ഇഫ് യു കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ ABCE, അവിടെ നമുക്കറിയാം ആംഗിൾ B plus angle E is equal to 180 degree because those 4 points lies on the circle. Therefore, opposite angles of the vertices are supplementary. അല്ലേ, opposite angles are supplementary. So, angle B plus angle E 180 degree ആയിരിക്കും. This is smaller than 180 degree. അല്ല, this is smaller than angle AEC. അല്ലേ, ആംഗിൾ ADE is smaller than angle AEC. നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് പറയാം? Angle B plus angle ADC is less than 180 degree. അല്ലേ, angle B plus angle ADE is less than 180 degree. If it is outside the circle, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ വൺ ഓഫ് ദ വേർട്ടെക്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ B plus angle ADE. With respect to this figure, angle B plus angle ADE is less than 180 degree. Okay? Other scenario, ആ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു വേർട്ടെക്സ് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽ ABCD തന്നെയാണ്. ബട്ട് D എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അവിടെയുള്ള റിലേഷൻ എന്തായിരിക്കും? ആംഗിൾ ADC is greater than angle AEC, isn't it? ഈ ഫോം ചെയ്ത് ആംഗിൾ ADC എന്ന് പറയുന്ന ആംഗിൾ AECനേക്കാളും ഗ്രേറ്റർ ആണ്, isn't it? സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആംഗിൾ B പ്ലസ് ആംഗിൾ ADC is greater than 180 degree. Correct? It is greater than 180 degree because angle B plus angle E ആണ് 180 degree. ഇവിടെ ആംഗിൾ ADC is greater than angle AEC, അല്ലേ? Which means angle B plus angle ADC is greater than 180 degree. ഈ കാര്യം സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുവാണ്. If one vertex of the quadrilateral is outside the circle through the other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180 degree. അല്ലേ, if one of the vertexes outside the circle ആണെങ്കിൽ എന്താണ്? Sum of the angles at this vertex and the opposite vertex is less than 180 degree. ആ കേസ് ഇപ്പോൾ അതേപോലെ ഇഫ് ദ വൺ ഓഫ് ദ വേർട്ടെക്സ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിലോ സിനാരിയോ എന്തായിരിക്കും? സം ഇസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ് ഇവിടെ കാണുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ്. If the opposite angles of a quadrilateral are supplementary, we can draw a circle passing through all 4 vertices. അല്ലേ, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ ഇഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ 4 വേർട്ടിസസ് ഓഫ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഇസ് നോൺ ആസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ ക്വാഡ്രിലാറ്ററൽ ഫോർ വിച്ച് a circle can be drawn through all 4 vertices is called cyclic quadrilateral. And that cyclic quadrilateral, a quadrilateral for which a circle can be drawn through all 4 vertices is called a cyclic quadrilateral. All rectangles are cyclic quadrilateral. അല്ലേ, കാരണം എന്താ? Opposite angles are supplementary. Rectangles and opposite angles are supplementary. So we could say that all rectangles are cyclic quadrilateral. Okay, moving to the next. 2 chords. Okay. ഇവിടെ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതായത് വി ആർ കൺസിഡറിങ് two chords which are diameters. Okay, അതായത് we already know that diameter is the longest chord. So we are considering 2 diameters which are chord. AB എന്ന് പറയുന്ന ഡയമീറ്ററും CD എന്ന് പറയുന്ന ഡയമീറ്ററും നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആൻഡ് they are passing through the center O. Okay, any 2 diameters of a circle intersect at the center, then the length of the 4 pieces are equal. ഇവിടെ 4 pieces എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? അതായത് 2 ഡയമീറ്റേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, ദെൻ ദ 4 പീസസ് ആർ ഈക്വൽ. 4 പീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് AO, BO, CO ആൻഡ് DO ദേ ആർ ഈക്വൽ എന്നാണ് പറയുന്നത്. ഹൗ ദേ ആർ ഈക്വൽ? ദേ ഫോം ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അല്ലേ,
because they are intersecting at the center അല്ലേ. ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൈസ് ദ റേഡിയസ് ആണ്. സോ ഹാഫ് ഓഫ് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആയിരിക്കും, വിച്ച് മീൻസ് CO or BO, DO and AO are radius. Therefore, any two diameters of a circle intersect at the center, then the length of 4 pieces are equal. Why? Because they all are the radius of the circle. Okay? Next, two chords. Here, നമ്മൾ diameters അല്ലാത്ത രണ്ട് കോഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ AB is a chord, CD is a chord, they are intersecting at the point P. ഇവിടെ ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ റിലേഷൻ? PA into PB is equal to PC into PD. That is, PA into PB is equal to PC into PD. Okay? ക്ലിയർ? ഇത് നമ്മൾ അതായത് ഡയമീറ്റർ അല്ലാത്ത കേസസിൽ, ഡയമീറ്ററിൻ്റെ കേസസ് ആണെങ്കിൽ എന്താ പറ്റുന്നത്? റേഡിയസ് ആയിട്ട് വരും. അവിടെയും ഈ സിനാരിയോ സെയിം ആയിട്ട് വരും. ഡയമീറ്റർ അല്ലാത്ത കേസസിലാണെങ്കിൽ വി ആർ കൺസിഡറിങ് ടു കോഡ്സ് വിച്ച് ആർ നോട്ട് ഈക്വൽ, ദെൻ PA and where AB and CD are the diameters. If they are intersecting at the point P, then we could say that PA into PB is equal to PC into PD. Clear? Moving to the next. If two chords of a circle intersect within the circle, then the products of the parts of two chords are equal. That means, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. PA into PB is equal to PC into PD എന്ന് തന്നെ വരും. ഇതിൻ്റെ ജോമെട്രിക്കൽ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? If two chords of a circle intersect within the circle, then the rectangle formed by the parts of the same chords have equal area. ഇവിടെ ഫോം ചെയ്യുന്ന ഏരിയ, അതായത് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, AP-യും ഈ പറയുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഡിസ്റ്റൻസ് ഏതാണ് വന്നേക്കുന്നത്? ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ സൈഡില്ലേ, PB എന്ന് പറയുന്ന സൈഡാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഈ ഫോം ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളും ഈ ഫോം ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളും ഏരിയ സെയിം ആയിട്ട് വരും. ദാറ്റ് ഈസ് വാട്ട് റിട്ടൺ ഓവർ ഹിയർ. എന്താ പറയുന്നത്? If two chords of a circle intersect within a circle, then the rectangle formed by the parts of the same chord are equal. ഈ കോഡിൻ്റെ പാർട്സ് ഏതൊക്കെയാ? അതായത് ഇഫ് യു കൺസിഡർ ദ കോഡ് AB, ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാ? PA-യും PB-യുമാണ്. അപ്പോൾ PA-യും PB-യും മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കിളുടെ ഏരിയയും CP-യും PD-യും മെഷർമെൻ്റ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കിളുടെ ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ? ലെറ്റ്സ് കൺസിഡർ വി ആർ ഹാവിങ് എ റെക്റ്റാങ്കിൾ ഓഫ് മെഷർമെൻറ്റ് 6-4. ഓക്കെ, ലെങ്ത് 6-ഉം 4-ഉം ബ്രെഡ്ത്തും വരുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആൻഡ് വി നീഡ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വേർ ദ ലെങ്ത് ഇസ് 8. ഓക്കെ, നമുക്ക് 8 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യണം. അതിൻ്റെ ഏരിയ എന്തായിരിക്കണം? 6x4, അതായത് 24 ഏരിയ വരുന്ന ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് അവിടെ ഫോം ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ നോക്കിയതിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്. ഹിയർ വി ആർ ഹാവിങ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ആ സെയിം ഏരിയ വരുന്ന വേറൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഫോം ചെയ്യണം വേർ ദ ലെങ്ത് 8 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ബ്രെഡ്ത്ത് അറിയില്ല, നമ്മളിത് എങ്ങനെ ഫോം ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സോ ഹിയർ ലെറ്റ്സ് കൺസിഡർ എ റെക്റ്റാങ്കിൾ. നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ലെങ്ത്ത് വരുന്ന ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രെഡ്ത്ത്, ഇവിടെയുള്ള ഈ ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് എ 4 സെൻറ്റിമീറ്റർ ഓവർ ഹിയർ. ഓക്കെ, നമ്മൾ പഠിച്ച 2 കോർഡ്സ് ഫോർമുല, അതായത് സർക്കിളിൽ 2 കോർഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, 2 കോർഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോർഡ്സിൻ്റെ പാർട്സ് ആയിട്ട് ഫോം ചെയ്യുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ 6 സെൻറ്റിമീറ്റർ ഫോം ചെയ്യും, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഫോം ചെയ്യും. റൈറ്റ്? നമ്മൾ എങ്ങനെ പഠിച്ച്? AB is the diameter, അല്ലേ? where P is the point of intersection with another chord. AB is the chord, diameter അല്ല കേട്ടോ. AB is the chord and CD is the another chord. P is the point of intersection. ഇങ്ങനെ നമ്മൾ പഠിച്ചത്. സോ ഈ AB into PB is equal to PC into PD. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? AP into PB is equal to CP into CD. ഇതാണ് നമ്മൾ പഠിച്ചത്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മളിവിടെ അടുത്ത റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വിത്ത് ദ സെയിം ഏരിയ. സോ നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ഉള്ളത് വരയ്ക്കുന്നു. നെക്സ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ടേക്കിംഗ് ദാറ്റ് ബ്രെഡ്ത്ത് ആൻഡ് എക്സ്റ്റെൻഡിങ് ഇറ്റ് ടു ദ ലെങ്ത്. ഓക്കെ,
സോ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് കിട്ടി. ഓക്കെ, ആൻഡ് ഹിയർ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വി നീഡ് ടു കൺസിഡർ എ റെക്ടാങ്കിൾ വിത്ത് ദ സെയിം ഏരിയ ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റർ. ഇവിടെ 8 സെൻറ്റിമീറ്റർ ഇവിടെയല്ലേ വരുള്ളൂ, 8 സെൻറ്റിമീറ്റർ. പി ഡി വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് 8 സെൻറ്റിമീറ്റർ. വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് സി പി, അല്ലേ? സി പി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഐ ആം കൺസ്ട്രക്ടിങ് 8 സെൻറ്റിമീറ്റർ ഡൗൺ. ഇവിടെ 8 സെൻറ്റിമീറ്റർ ഫോം ചെയ്യുന്നു. സോ ദിസ് ഇസ് പോയിന്റ് ഡി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി ആണ്. പി സി നമുക്ക് കണ്ടുപിടിക്കണം. സി ഈ പോയിന്റ് ആണോ? അല്ല, ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് ഒരിക്കലും സി ആവില്ല, ബിക്കോസ് ദിസ് ഇസ് ഈ ആദ്യം വരച്ച റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. പക്ഷെ സി എന്ന് പറയുന്ന പോയിന്റ്, ഇഫ് ഐ എക്സ്റ്റെൻഡ് പി ഡി ടു എ സ്ട്രേറ്റ് ലൈൻ, അല്ലേ, ഇവിടെ എവിടെയോ ആയിരിക്കും സി. അവിടെ കൃത്യമായിട്ട് സി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വി വിൽ യൂസ് സം മോർ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, നമുക്ക് എന്തറിയാം? അതായത് ഇഫ് വി കൺസിഡർ ഓർ ഇഫ് വി റിലേറ്റഡ് വിത്ത് ദ സർക്കിൾ, എയിലൂടെയും ഡിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ സിയിലൂടെയും പാസ് ചെയ്യും. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? എ ഡി ബിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഈ പറയുന്ന സിയിലൂടെയും പാസ് ചെയ്യും. നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എയിലൂടെയും ഡിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയാൽ അത് ഈ പറയുന്ന പെർപെൻഡിക്കുലറിലൂടെ പാസ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ സി. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? എയിലൂടെയും ഡിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയാൽ ഈ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറിലൂടെ അത് പാസ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ സി. കറക്റ്റ്? സോ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിനെ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? സോ ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം? ജോയിൻ എ ഡി ആൻഡ് ബി ഡി. ഓക്കെ, എ ഡിയും ബി ഡിയും ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാ? ഈ എ ഡിയുടെയും ബി ഡിയുടെയും എ ഡിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്നതായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ, അല്ലേ? സോ എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ബി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി ഫോം ചെയ്യുന്നത് ഇതായിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ, അല്ലേ? എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ബി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഫോം ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ, സോ ഇതിനെ നമുക്ക് O എന്ന് വിളിക്കാം. സോ ഒ എ അല്ലെങ്കിൽ ഒ ഡി അല്ലെങ്കിൽ ഒ ബി റേഡിയസ് ആക്കിക്കൊണ്ട്, രണ്ടും ലൈക്ക് ഓൾ മെഷർമെൻറ്റ്സ് സെയിം ആയിരിക്കും, അല്ലേ? ഒ എയും ഒ ഡിയും ഒ ബിയും മെഷർമെൻറ്റ്സ് സെയിം ആയിരിക്കും. സോ ഈ പറയുന്ന ഒ എ ഒരു മെഷർമെൻറ്റ് ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇറ്റ് വിൽ ബി passing through the circle, അല്ലേ? Passing through this perpendicular line and it will be our C, correct? ഈ പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വരച്ച ഈ പറയുന്ന പെർപെൻഡിക്കുലറിലൂടെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ സി. കറക്റ്റ്? ആ പാസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സി. That means this is our CP or the breadth, അല്ലേ? Which means this is our X. Are you getting the point? ഈ പറയുന്ന സി പി ആണ് നമ്മുടെ എക്സ്, ഈ പറയുന്ന സി പി ആണ് നമ്മുടെ എക്സ്. അത് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നത്? ഈ സി പി എന്ന് പറയുന്ന മെഷർമെൻറ്റ് നമ്മൾ ഇവിടെ എടുക്കും, റൈറ്റ്? ഇവിടെ എക്സ് ആയിട്ട് എടുക്കും. അവിടുന്ന് 8 സെൻറ്റിമീറ്റർ താഴത്തേക്ക് വരയ്ക്കും. ഇത് രണ്ടും ജോയിൻ ചെയ്യും, വിച്ച് ഇസ് അഗെയിൻ എക്സ് സെൻറ്റിമീറ്റർ. സോ ഈ ഫോം ചെയ്യുന്ന റെക്റ്റാങ്കിൾ ആയിരിക്കും നമ്മുടെ റിക്വയർഡ് റെക്റ്റാങ്കിൾ with a length 8 centimeter, where the area is 6 times 4, that is 24 square units. Okay, 8 units, 8 centimeter or meter, whatever be. Okay, so ഇവിടെ 8 measurement unit 8 വരുന്നു. ഏരിയ നമുക്ക് എന്താ കിട്ടുന്നത്? ഏരിയ ഓഫ് 6 into 4 units, that is 24 square units ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ നമ്മളിവിടെ ഫോം ചെയ്തു. സോ ഇതാണ് നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. സ്പെഷ്യൽ കേസ്. എ ബി ഇസ് എ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് സി ഡി ഇസ് എ കോഡ്. അതായത് ഇവിടെ 2 കോഡാണ് എടുക്കുന്നത്. ആ 2 കോഡിൽ ഒരെണ്ണം ഡയാമീറ്റർ ആണ്. സോ വി ആർ കൺസിഡറിങ് എ ബി ആസ് എ കോഡ് ആൻഡ് എ ബി ആസ് എ ഡയാമീറ്റർ ആൻഡ് സി ഡി ഇസ് എ കോഡ് വിച്ച് ഇസ് നോട്ട് എ ഡയാമീറ്റർ. പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഓക്കെ, the perpendicular from the center bisects a chord so that PC is equal to PD, അല്ലേ? ഈ എ ബി എന്ന് പറയുന്ന ഒരു ഡയാമീറ്റർ
സി ഡി എന്ന് പറയുന്ന ഒരു കോഡിനെ ഈക്വലി ബൈസെക്ട് ചെയ്യും. ദാറ്റ് വി ഓൾറെഡി നോ അല്ലേ. അപ്പം നമ്മൾ പഠിച്ച 2 കോഡ് ഫോർമുല, ദാറ്റ് ഈസ് അവിടെ എന്താ നമ്മൾ പഠിച്ച പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി. ഇൻ ദിസ് കേസ് സി പി ആൻഡ് സി ഡി ആർ ഈക്വൽ, ബൈസെക്റ്റഡ് ആണ്. ഈ ഡയാമീറ്റർ എ ബി എന്ന് പറയുന്ന ഡയാമീറ്റർ സി ഡിനെ ബൈസെക്ട് ചെയ്യും, വിച്ച് മീൻസ് സി പി ഇസ് ഈക്വൽ ടു സി ഡി. ദെയർ വി കുഡ് സേ ദാറ്റ് എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നമ്മൾ ആദ്യം പഠിച്ചതിന് സ്പെഷ്യൽ കേസായിട്ട് ഡിഡ്യൂസ് ചെയ്യുന്നതാണ്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. The product of the parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. എന്താ ഇവിടെ പറയുന്നത്? The product of the parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, that is PA into PB is equal to CP into CD. Here CP CD same ആയതുകൊണ്ട് CP square എന്ന് എടുക്കാം അല്ലേ. That is what written in the first statement. The product of the parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. ഈ chordന്റെ halfന്റെ square ആയിരിക്കും. Correct? Geometrically അതെങ്ങനെയാണ് വരുന്നത്? The area of the rectangle formed by the parts into which a diameter of a circle is cut by the perpendicular chord is equal to the area of the square formed by half the chord. അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം വി ആർ ഗെറ്റിംഗ് എ റെക്റ്റാങ്കിൾ അല്ലേ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഇവിടെ നമുക്കൊരു സ്ക്വയർ ആണ് ഫോം ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഈ പറയുന്ന കോഡിനെ ഈക്വലി ആണ് ഈ ഡയാമീറ്റർ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയയും സെയിം ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഈ ഫോം ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഈ ഗ്രീൻ ഷെയ്ഡിൽ ഫോം ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് നോക്കിയാലോ. വി ആർ ഹാവിങ് എ റെക്റ്റാങ്കിൾ, ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 2ഉം. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 8 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്നറിയാം, റൈറ്റ്? 8 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 8 സ്ക്വയർ യൂണിറ്റ്സ് വരുന്ന ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? വി നീഡ് ടു കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ ഓർ 8 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, 8 സ്ക്വയർ യൂണിറ്റ്സ് ഫോം ചെയ്യുന്ന ഒരു സ്ക്വയർ നമുക്ക് കൺസിഡർ ചെയ്യണം. അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? അതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ കോഡിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് വി ആർ ഹാവിങ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 2ഉം വരുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. സോ ഈ സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയയും സെയിം ആണ് ഓർ ഈക്വൽ ആണ്. അതാണ് നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി, റൈറ്റ്? സോ ഹിയർ വി വിൽ കൺസിഡർ ദ ലെങ്ത് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 യൂണിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റെക്റ്റാങ്കിൾ വിത്ത് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ഓർ 2 യൂണിറ്റ്സ്. ഓക്കെ, 4 യൂണിറ്റ്സും 2 യൂണിറ്റ്സും ലെങ്ത്തും ബ്രെഡ്ത്ത് ആക്കിക്കൊണ്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ ബ്രെഡ്ത്ത് ഈ ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് ഇവിടെ 2 യൂണിറ്റ്സ് ആയിട്ട് വരുന്നു. ഓക്കെ, നൗ വി ആർ ഹാവിങ് എ ഡയമീറ്റർ എ ബി. നമ്മൾ പഠിച്ചതുമായിട്ടുള്ള ഫിഗറുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ വരിക? എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ദാറ്റ് മീൻസ് ഇവിടെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ഇവിടെ 4ഉം ഈ പറയുന്ന 2ഉം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, കറക്റ്റ്? അതായത് ഇവിടെ ഫോം ചെയ്യുന്ന റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്, വിച്ച് മീൻസ് എ പി 4ഉം പി ബി 2ഉം. ഈ ഇവിടെ പി വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? വി നീഡ് ടു കൺസ്ട്രക്ട് ഓർ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് ലെങ്ത് അല്ലേ. ഇവിടെ നമ്മൾ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് എ ബിയുടെ മിഡ് പോയിന്റ്. സോ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ മെഷർമെൻറ്റ് എത്രയാ? 4 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 6 യൂണിറ്റ്സ് വരും, കറക്റ്റ്? ഇനി അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കും. ദാറ്റ് മീൻസ് വി വിൽ ബി കൺസിഡറിങ് 3 യൂണിറ്റ്സ് മെഷർമെൻറ്റ്. ഈ പറയുന്ന 6ൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എ ബിയുടെ മിഡ് പോയിന്റ് കിട്ടും, റൈറ്റ്? സോ സംവെയർ ഹിയർ, ഇവിടെ 4 ആണെങ്കിൽ സംവെയർ ഹിയർ വി വിൽ ബി ഗെറ്റിംഗ് ദ മിഡ് പോയിന്റ്, കറക്റ്റ്? ഈ മിഡ് പോയിന്റ് ഈ സർക്കിളിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, റൈറ്റ്? സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. സർക്കിളിൻ്റെ മിഡ് പോയിന്റ് അല്ല, സർക്കിളിൻ്റെ സെൻറ്ററാണ് നമ്മൾ ഇവിടെ കിട്ടുന്ന എ ബിയുടെ മിഡ് പോയിന്റ്. ഓക്കെ, ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഇവിടെ നമുക്കിനി നെക്സ്റ്റ് ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി. സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടണം. ദാറ്റ് മീൻസ് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. കാരണം എന്താ നമുക്കറിയാം, എ ബി എന്ന് പറയുന്നത് ഒരു ഡയാമീറ്റർ ആണ്. സോ എ ബിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആയിരിക്കും, കറക്റ്റ്?
സോ ആ സെയിം കോൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. എ ബി എന്ന് പറയുന്ന നമ്മുടെ ഡയാമീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6 യൂണിറ്റ്സ്. അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടും. ദാറ്റ് മീൻസ് റേഡിയസ് 3 യൂണിറ്റ്സ് വരുന്ന രീതിയിൽ നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കും. ഓക്കെ, ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സെമി സർക്കിൾ ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ പി സി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ? പി സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വേണ്ടേ, വിച്ച് മീൻസ് ഈ വരച്ചിരിക്കുന്ന സെമി സർക്കിൾ ഈ പി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സർക്കിളിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സി. കറക്റ്റ്. സോ ഇവിടെ പി സെമി സർക്കിൾ. ഓക്കെ, ഇവിടുന്ന് പി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മീറ്റിംഗ് അറ്റ് ദിസ് പോയിന്റ് സി. കറക്റ്റ്, ദിസ് ഈസ് ആർ സി. അപ്പോൾ നമുക്ക് പി സി എന്ന് പറയുന്നത് കിട്ടിയല്ലോ. കറക്റ്റ്, പി സി എന്ന് പറയുന്ന പോയിന്റ് ഓർ ഡയമെൻഷൻ കിട്ടി. ആ ഡയമെൻഷൻ നമ്മൾ ഇങ്ങോട്ടും എടുക്കുന്നു, ഇവിടേക്കും എടുക്കുന്നു. ദെൻ വി വിൽ ബി ജോയിനിങ് ഇറ്റ് ആൻഡ് ഹിയർ വി വിൽ ബി ഗെറ്റിംഗ് ദ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. നമ്മളിവിടെ വരച്ച സെയിം കോൺസെപ്റ്റ് തന്നെയല്ലേ എടുത്തേ നോക്കൂ. അതായത് ഇവിടെ 4 സെൻറ്റിമീറ്റർ 4 യൂണിറ്റ്സ് ലെങ്ത്തും 2 യൂണിറ്റ്സ് ബ്രെഡ്ത്തും വരുന്ന ഒരു റെക്റ്റാങ്കിളാണ് നമുക്കിവിടെ ആദ്യം ഉള്ളത്. അവിടെ നിന്ന് നമ്മളൊരു സ്ക്വയർ വരയ്ക്കുന്നത് ഇങ്ങനെയല്ലേ? ഈ പറയുന്ന മെഷർമെൻറ്റ് സിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഇവിടെ നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. 4 യൂണിറ്റ്സ് ലെങ്ത്തും 2 യൂണിറ്റ്സ് ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ 2 യൂണിറ്റ്സ് നമ്മൾ ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ കിട്ടുന്നത് എന്താണ്? നമ്മുടെ ഡയാമീറ്റർ ആണ് എ ബി. ആ എ ബിയുടെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും. സോ അവിടെ നമുക്ക് റേഡിയസ് എത്രയാണ് കിട്ടുന്നത്? 4 + 2 6 ആണ് ഡയാമീറ്റർ, വിച്ച് മീൻസ് ആ റേഡിയസ് വിൽ ബി 3 യൂണിറ്റ്സ്. ആ 3 യൂണിറ്റ്സ് മെഷർമെൻറ്റ് എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, സർക്കിളോ സെമി സർക്കിളോ വരയ്ക്കുന്നു. അത് ഈ പീനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എവിടെയാണോ സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ പോയിന്റ് സി. സോ പി സി എന്ന് പറയുന്ന ഡയമെൻഷൻ കിട്ടി. ആ ഡയമെൻഷൻ ലൈക്ക് നമ്മൾ ഹൊറിസോണ്ടലി എടുക്കുന്നു, ഇവിടെ പിയിൽ നിന്നും ഹൊറിസോണ്ടലി എടുക്കുന്നു, ദെൻ ഇവിടുന്ന് വെർട്ടിക്കലി എടുക്കുന്നു. സോ ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും വിത്ത് ദ സെയിം ഏരിയ. ഓക്കെ, സോ ഈ കിട്ടുന്നതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ലെങ്ത്. ക്ലിയർ? Okay, so we have done with the theory parts. Now we will be moving into some of the questions. Okay, moving to the next. In the figure, AB is the diameter. PC is perpendicular to AB. PC is 6 cm. PB is 3 cm. Find the radius of the semicircle. ഇവിടെ എന്താ പറയുന്നത്? AB എന്ന് പറയുന്നത് diameter ആണ് അല്ലേ? That means AB is the diameter of a circle. We are having a semicircle given where AB is the diameter. PC is the perpendicular to AB. PC is perpendicular to AB. Okay. Then PC is 6 cm. ഇത് 6 cm ആണ് തന്നിട്ടുണ്ട്. Then PB 3 cm ആണ് തന്നിട്ടുണ്ട്. Okay. What we need to find out? We need to find out the radius of the circle. So ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും റേഡിയസ് അല്ലേ? സെൻറ്റർ ബി ഒ. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആയിട്ടിരിക്കാം. സോ ഇവിടെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എ ഒയുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച ഏത് പ്രോപ്പർട്ടി നമുക്കിവിടെ യൂസ് ചെയ്യാം? അതായത് രണ്ട് കോഡ് തമ്മിൽ ബൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് എ ബി ആൻഡ് സി ഡി ആർ 2 chords and they are intersecting at a point A, PA into PB is equal to CP into PD. അല്ലേ? ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ സ്പെഷ്യൽ കേസ് എന്താണ്? ഈ ഡയാമീറ്ററിൽ അല്ലെങ്കിൽ രണ്ട് കോഡിൽ ഒരു കോഡ് ഡയാമീറ്റർ ആണ് അല്ലേ? സോ സെക്കൻഡ് കേസ് ആയിട്ട് വരും. അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇഫ് AB is the diameter and CP is another chord, there PA into PB is equal to CP square എന്ന് അല്ലേ? അത് നമുക്കിവിടെ യൂസ് ചെയ്താൽ പോരെ? ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എ പിയുടെ വാല്യൂ കിട്ടും. കറക്റ്റ്. എന്നിട്ട് ടോട്ടൽ മെഷർമെൻറ്റിൻ്റെ ഹാഫ് എടുത്താൽ മതി, എ ബിയുടെ ഹാഫ് എടുത്താൽ മതി. കറക്റ്റ്. സോ what we are having here? We are having CP which is equal to 6 cm, PB which is equal to 3 cm. We know that PA into PB, isn't it? PA into PB is equal to CP square. Values substitute ചെയ്താലോ? PA into PB which is equal to 3 is equal to CP square, that is 6 square. PA is equal to 36/3 which is equal to 12 cm. PA ആണ് നമുക്ക് 12 cm എന്ന് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? AO അല്ലേ? AO is equal to half of AB. നമ്മുടെ ഇവിടെ AB എന്ന് പറയുന്നത് എത്രയാണ്? AB is equal to A
പി പ്ലസ് പി ബി ആണ് അല്ലേ? എ ബി എന്ന് പറയുന്നത് എ പി പ്ലസ് പി ബി ആണ്. എ പി നമ്മൾ ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. പി ബി തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അതായത് ഡയമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് എ ഒ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 15 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ അല്ലേ? സോ ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ ഇസ് 7.5 centimeter. Clear? So the answer is radius is equal to 7.5 centimeter. Clear? I hope this question is easy and clear to you. Moving to the next. Second question. In the diagram, the central angle of arc ABC is 100 degree and angle OAD. So this is okay, central angle. So angle OAD is 30 degree. OAD is 30 degree. Find angle OCD. Angle OCD. We need to find out what is this angle. Okay. Circle ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. ആർക്ക് എ ബി സി എന്ന് പറയുന്ന ആർക്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ഫോം ചെയ്തിരിക്കുന്നത്? ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്നും ആംഗിൾ ഒ എ ഡി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഒ സി ഡി ആണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഇസ് എ ക്വാഡ്രിലാറ്ററൽ അല്ലേ? അതായത് AOCD is a quadrilateral, correct? It's a quadrilateral. Angle ADC എത്രയായിരിക്കും? സെൻട്രൽ ആംഗിളിൽ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? Therefore, angle ADC is equal to half of angle AOC, which is equal to half of 100 degree, that is equal to 50 degree എന്ന് കിട്ടും. correct? അല്ലേ? അതായത് സെൻട്രലിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും മേജർ ആർക്കിൽ ഫോം ചെയ്യുന്ന വേറൊരു ആംഗിൾ, റൈറ്റ്? ആംഗിൾ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ഈ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. സോ ഹിയർ 50 ഡിഗ്രി ആണ്, കറക്റ്റ്? സോ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടുന്നത്? ആംഗിൾ എ ഒ സി, ലൈക്ക് എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് that will be 360 minus 100, which is equal to 260 degree വരും, correct? അത് 260 degree എന്ന് പറയുന്ന ആംഗിൾ വരും, റൈറ്റ്? സോ ആ ഒരു ക്വാഡ്രിലാറ്ററലിൽ ഈ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ 360 degree ആണ്. ദാറ്റ് മീൻസ് 30 degree പ്ലസ് 260 degree പ്ലസ്, കാരണം ഇത് മൊത്തം 360 ആണ്, അവിടെ 100 ഇവിടെ ഉണ്ട്. സോ ദിസ് പാർട്ട് വിൽ ബി 360 മൈനസ് 100, ദാറ്റ് ഇസ് 260. ഇവിടെ നമുക്ക് അറിയില്ല, ആ ആംഗിളിൽ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ. സോ 30 degree പ്ലസ് 260 degree പ്ലസ് എക്സ് പ്ലസ് 50 degree is equal to 360 degree. Angles and property of a quadrilateral. Okay. That means ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എക്സ് പ്ലസ് 260 പ്ലസ് 30 പ്ലസ് 50 80 വരും, കറക്റ്റ്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 340. x plus 340 degree is equal to 360 degree, which means x is equal to 360 minus 340, that is equal to 20 degree എന്ന് കിട്ടും. Which means the angle what we required, angle OCD is equal to 20 degree. Clear? Easy question, അല്ലേ? Moving on to the next. Third question. The central angle of the complementary arc of a circle is 40 degree, more than 3 times the central angle of the arc. Okay. Find out the central angles of each arc. നമുക്ക് രണ്ട് ആർക്ക് ഉണ്ട്. അതിൽ പറയുന്നത് the central arc of the complementary arc of a circle is 40 degree more than the 3 times the central angle. So ഇവിടെ central angle x ആണെങ്കിൽ complementary arcന്റെ central angle എത്രയാണ് വരുന്നത്? 40 degree more than thrice the central angle. That means 3x plus 40 degree എന്ന് വരും, right? ഈ സെൻട്രൽ ആംഗിൾ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? 40 degree plus 3 times the central angle, that is 3x plus 40 degree വരും, correct? We need to find out 3x plus 40 degree എത്രയാണെന്നും എക്സ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, കറക്റ്റ്? സോ ദി ഈസി ക്വസ്റ്റൻ അല്ലേ? Sum of these two angles is equal to 360 degree, right? That is 3x plus 40 degree plus x is equal to 360 degree, isn't it? That is 3x plus x is 4x plus 40 degree is equal to 360 degree, which means 4x is equal to
360 minus 40, that is equal to 320 degree, or x is equal to 80 degree. ഇതാണോ ഫൈനൽ ആൻസർ? അല്ല. നമുക്ക് we need to find out the central angles of each arc. നമുക്ക് സ്മോളർ ആർക്കിന്റെ സെൻട്രൽ ആംഗിളേ കിട്ടുള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. നമുക്ക് രണ്ടാമത്തെ പാർട്ടും കൂടി ആൻസർ ചെയ്താലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ദ അതർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ? ഇറ്റ് ഈസ് 3x പ്ലസ് 40 ഡിഗ്രി എന്നാണ് അല്ലേ? 3x പ്ലസ് 40 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് 3 ടൈംസ് 80 പ്ലസ് 40 ഡിഗ്രി. 3 ടൈംസ് 80 എത്രയാ? 240 ഡിഗ്രി. 240 degree plus 40 degree, we are getting 280 degree, correct? Or 360 minus, അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം we are getting it as 80. So 360 minus 80, which is equal to 280 degree, correct? Clear? So central angles form ചെയ്യുന്ന രണ്ട് ആർക്കിലും ഫോം ചെയ്യുന്ന 80 ഡിഗ്രിയും 280 ഡിഗ്രിയുമാണ്. Clear? Moving to the next, the fourth question. ABCD in the diagram is a rectangle, then find out the area of the circle. സോ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ ഇൻസ്ക്രൈബ്ഡ് ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിലെ ലെങ്ത് നമുക്ക് 8 സെൻറ്റിമീറ്ററിനും ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്ററിനും തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ല, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സർക്കിൾ? ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ എന്ന് വരും. പക്ഷേ ഇവിടെ റേഡിയസ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ, ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ പറയുന്ന സർക്കിളിൻ്റെ ഡയാമീറ്റർ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്, കറക്റ്റ്? ദാറ്റ് മീൻസ് ഡയഗണൽ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു diameter of the circle. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡയാമീറ്റർ കിട്ടും. ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഹാഫ് ഓഫ് ദ ഡയാമീറ്റർ. ദെൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കുക? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? 6ഉം 8ഉം. സോ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ എന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, which is equal to 64 plus 36. There we are getting it as 100, correct? 100 centimeter എന്ന് കിട്ടും. എന്താ കിട്ടുന്നത്? AC സ്ക്വയർ ആണ് 100 centimeter. That means AC is equal to root of 100, which is equal to 10 centimeter. Okay? നമുക്ക് കിട്ടുന്നത് ഡയാമീറ്റർ 10 centimeter എന്നാ. Which is the diameter, correct? അപ്പോൾ റേഡിയസ് എത്രയാണ്? Half the diameter, right? That means therefore radius is equal to 10 by 2, which is equal to 5 centimeter. Okay, ഇനി ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? We need to just substitute the value of radius. Pi into 5 square, that is equal to pi into 25, correct? That is equal to 25 pi centimeter square എന്ന് കിട്ടും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പൈയുടെ വാല്യൂ 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതർവൈസ് 22/7 3.14 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു 25 pi centimeter square. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, O is the center of the circle. If angle OAP is 35 degree and angle OBP is 40 degree, find the value of x. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? O center of the circle ആണ്. ആംഗിൾ OAP 35 degree എന്ന് പറഞ്ഞിട്ടുണ്ട്. Then ആംഗിൾ OBP 40 degree എന്ന് പറഞ്ഞിട്ടുണ്ട്, correct? Here we need to find out what is the value of x. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും, കറക്റ്റ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ ആംഗിളോ ഇറ്റ് വിൽ ബി 360 ഡിഗ്രി മൈനസ് എക്സ് ആയിരിക്കും, isn't it? അതായത് നമുക്ക് ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യുമ്പോൾ പകുതിയോളം ആൻസേഴ്സ് കിട്ടും. സോ ഇത് എക്സ് ആണെങ്കിൽ, സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി മൈനസ് എക്സ് ആയിരിക്കും. ഈ 4 ആംഗിൾസ് കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? സം ഓഫ് interior angles of a quadrilateral 360 degree അല്ലേ? That means
35 ഡിഗ്രി പ്ലസ് 360 ഡിഗ്രി മൈനസ് എക്സ് അല്ലേ, 360 ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് ഇവിടെയുള്ള 40 ഡിഗ്രി പ്ലസ് ഇവിടെയുള്ളത് ഹാഫ് ഓഫ് എക്സ് degree is equal to angle sum property of a quadrilateral that is equal to 360 degree. Okay. ഇതിൽ ഈ 360 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. 35 പ്ലസ് 40 75 ഡിഗ്രി വരും. ദെൻ മൈനസ് എക്സ് പ്ലസ് 1/2 എക്സ് എക്സ് ഡിഗ്രി is equal to 0 എന്നാണ് കിട്ടുന്നത്. ദറ്റ് മീൻസ് എക്സ് മൈനസ് ഹാഫ് എക്സ് is equal to മൈനസ് ഹാഫ് എക്സ് അല്ലേ. 75 degree is equal to half of x degree which is equal to 0, or minus half of x degree is equal to minus 75, or x is equal to half എന്ന നെഗറ്റീവ് രണ്ടും ക്യാൻസൽ ആയി പോകും. x degree is equal to 75 into 2 that is equal to 150 degree എന്ന് കിട്ടും. കറക്റ്റ്. സോ x എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 150 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻസ്. നമുക്ക് സർക്കിൾസിൽ പഠിച്ച പ്രോപ്പർട്ടീസ് വെച്ചാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തത്. സോ തിയറി പാർട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആ തിയറി പാർട്ട് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. HomeSkul, where you learn best.